ഈ ഒരു ദിവസത്തിൽ ശരിക്കും ഒന്നാം രാഗം അതൊരു ട്രിബ്യൂട്ട് തന്നെയാണ്. എന്താണ് സാറിന് തോന്നുന്നത്? എന്താണ് ഈ ഒരു അവസരത്തിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള രവീന്ദ്ര സാറിൻ്റെ ഒരു ഓർമ്മകൾ പങ്കുവയ്ക്കാനുള്ളത്? പെരുമ്പാവൂർ മാഷുടെ അടുത്ത് അനവധി ഗാനങ്ങൾ പാടാനുള്ള ഭാഗ്യമുണ്ടായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 85 പാഞ്ചജന്യത്തിൽ തുടങ്ങി ഏകദേശം 300-350ഓളം ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെ പാടി. ഓരോ പാട്ടും എനിക്ക് പാഠപുസ്തകമായിരുന്നു. ഓരോ ഗാനം പാടുമ്പോഴും അതിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു. സംഗീതം അധികമൊന്നും അഭ്യസിക്കാതെ ഇൻഡസ്ട്രിയിൽ വന്ന എനിക്ക് അത് വലിയൊരു അനുഗ്രഹമായിരുന്നു. ഇത്രയും സംഭവങ്ങൾ സംഗീതത്തിലുണ്ടോ എന്ന് എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യമാണ്. പുള്ളി പാടിത്തരുന്ന സമയത്ത് നമുക്ക് വളരെ ലളിതമായിട്ട് തോന്നും, പക്ഷേ അത് പാടി വലിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പാട്ടുകളാണ്. അതുകൊണ്ട് തന്നെ ഓരോ പാട്ടും ഒരു സംഗീത പാഠമായിരുന്നു. ഓരോ പാട്ടും ഒരു കീർത്തനത്തിൻ്റെ ഒരു ഗൗരവത്തോടു കൂടിയിട്ട് സമീപിക്കാനുള്ളൊരു ആ ഒരു സമീപനം തന്നെ ഉണ്ടാക്കി തന്നത് പെരുമ്പാവൂർ ജിയാണ് എന്ന് പറയാം. അത്രയും അധികം നമുക്ക് ഒരു മ്യൂസിക്കലി എൻറിച്ച്ഡ് ആക്കി തന്ന മാഷ്. അതുപോലെ ഇത് ശരിക്കും സമം നൽകുന്ന ഒരു ട്രിബ്യൂട്ടല്ല, സാറിൻ്റെ ഒരു പേഴ്സണൽ ട്രിബ്യൂട്ട് എന്ന് വേണമെങ്കിലും പറയാം. ഇത്രയധികം ഗാനങ്ങൾ എന്താ പറയുക മലയാളത്തിന് സമ്മാനിച്ച സാറിൻ്റെ ശബ്ദത്തിലൂടെ വരുമ്പോൾ പേഴ്സണൽ ട്രിബ്യൂട്ട് തന്നെ പറയാം. കാരണം സമത്തിൻ്റെ ഒരു മീറ്റിംഗ് ഉള്ള സമയത്ത് ഞാനാണിത് അവതരിപ്പിച്ചത്. ഞാൻ പറഞ്ഞു, നമുക്കൊരു ഏതൊരു സംഗീതത്തിനായാലും ശരി, അവർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോയതിന് ശേഷം അവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടൊരു ട്രിബ്യൂട്ട് ചെയ്തിട്ട് കാര്യമില്ല. അതെ, ഓരോരുത്തരും ജീവിച്ചിരിക്കുമ്പോൾ അവർ നൽകിയ സംഭാവനകൾക്കായിട്ട് നമ്മളവരെ ആദരിക്കാൻ, ആ ആദരിക്കുന്നത് അവർക്കൊരു ഭയങ്കര സന്തോഷം ഉണ്ടാക്കും അല്ലേ. പ്രത്യേകിച്ചും ഇദ്ദേഹം ലളിതഗാനത്തിലായാലും ശരി, സിനിമാ ഗാനങ്ങളായാലും ശരി, ഭക്തിഗാനങ്ങൾ അത്രയധികം കോൺട്രിബ്യൂഷൻസ് ചെയ്തിട്ടുള്ള ആളാണ്. അങ്ങനെ ഇരിക്കുന്ന പുള്ളീനെ നമ്മൾ ആദരിക്കേണ്ടത് ഒരു ശരിക്കും അത് അർഹിക്കുന്നു. അദ്ദേഹം നമ്മൾ മാത്രമല്ല, ഗവൺമെൻറ്റൊക്കെ ചെയ്യേണ്ടതാണ്, ചെയ്തിട്ടില്ല. അല്ല, മരിച്ചുപോയിട്ട് ആദരിക്കുന്നതിലും എത്രയോ വലുതാണ്, വലിയൊരു വാലിഡ് ആയിട്ടുള്ള പോയിന്റാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളും ഒരുപാട് സന്തോഷമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ യാത്രയിൽ നമ്മളും കേരള വിഷനും കൂടെയുണ്ട് എന്നുള്ളതിൽ ഒരുപാട് നന്ദിയുണ്ട്. കേരള ആശംസകൾ നേരുന്നു അദ്ദേഹത്തിനും കുടുംബത്തിനും. ഓക്കെ, താങ്ക് യു.